الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി മാറിയ രണ്ട് സംഗതികൾ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്ന്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വഴിതിരിവിൻ്റെ സന്ദേശമാണെങ്കിൽ, അഥവാ നമ്മുടെ നാടിൻ്റെ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകളിൽ വന്ദേ ഭാരതം ആലപിക്കണമെന്ന ഒരു ഉത്തരവും അതിനോടനുബന്ധമായ ചർച്ചകളും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ലോക്സഭയിൽ വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം അത് പാടി എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് യുവാക്കളിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കസറത്തുൽ മആസി, തിന്മകൾ അധികരിക്കും, തെറ്റുകുറ്റങ്ങൾ കൂടും എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. വൽ ജഹൽ,
ധാർമ്മികതയെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ചുള്ള അജ്ഞത ആളുകളിൽ വ്യാപകമാകും. വഖില്ലത്തുൽ ഇൽമി വൽ ഹയാ, മനുഷ്യന്മാർക്ക് അറിവും ഉണ്ടാവുകയില്ല, ലജ്ജയും ഉണ്ടാവുകയില്ല എന്നത് ലോകം പിന്നിടുമ്പോൾ, പലതരത്തിലുള്ള പുരോഗതികൾ കൈവരിക്കുമ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്ന അപച്യുതികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ സംഗതിയാണ്. തെറ്റുകുറ്റങ്ങൾ അധികരിക്കുന്നതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പറഞ്ഞ വ്യഭിചാരവും ലൈംഗികമായ അരാജകത്വവും ഒക്കെ പ്രത്യേകം ആ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തിസ് സാഅ അൽ ഫുഹ്ഷു വത്തഫഹ്ഷു വഖതിഅത്തുർ റഹ്ം. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് വൃത്തികേടുകൾ, അഥവാ മനുഷ്യന്മാരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ മോശമായ സംഗതികൾ വ്യാപിക്കുക എന്നതും ഇസ്ലാം വളരെയധികം ആദരിച്ച ബഹുമാനിച്ച രക്തബന്ധത്തെ മുറിച്ചു കളയുക എന്നതുമൊക്കെ ആ കാലഘട്ടത്തിൽ അധികരിക്കും. വതഖ്വീനുൽ അമീൻ, വിശ്വസ്തനായ ആളുകൾ വഞ്ചിക്കും, ചതിക്കും. വഇത്തിമാനുൽ ഖായിൻ, ചതിക്കുന്ന വഞ്ചകരെ ആളുകൾ വിശ്വസിക്കും. ഇങ്ങനെയെല്ലാം തലകീഴാകുന്ന ഒരവസ്ഥ ധാർമ്മികതയുടെ ലോകത്ത് കാണുവാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യുർഫഅൽ ഇൽമു, ദീനിനെ സംബന്ധിച്ച്, നന്മയെ സംബന്ധിച്ചുള്ള അറിവ് ആളുകളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം അന്ത്യദിനത്തിന്റെ അടയാളമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വയസ്ബുത്തുൽ ജഹൽ, അവിടെയെല്ലാം അജ്ഞത ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന, അറിവില്ലായ്മക്ക് വലിയ പ്രീതിയും അതല്ലെങ്കിൽ പ്രശസ്തിയും കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകും. വയുഷറബുൽ ഖംർ, മദ്യപാനം വ്യാപകമാകും. വയൽഹറു സിന, വ്യഭിചാരം പ്രകടമാകും എന്നൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അടക്കം ആ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാചകങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. ഓരോ കാലഘട്ടം വരുമ്പോഴും അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ചര്യകൾ, അവരുടെ സമ്പ്രദായങ്ങൾ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റും. വബാഅൻ ബിവാഇൻ, ഒരു മാറ് അവർ ഏത് വഴിയിലൂടെ പോയിട്ടുണ്ടോ അതിലൊട്ടും കുറയാതെ അഥവാ കൃത്യമായി നിങ്ങൾ അവരെ ഫോളോ ചെയ്യും. ഹത്താ ലൗ അന്ന അഹദഹും ദഖല ജുഹറ റബ്ബിൻ ദഖൽതും, അവർ ഏതെങ്കിലും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് സാഹസപ്പെട്ട് പ്രയാസപ്പെട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളും അതിന്റെ പിന്നാലെ പോകും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ വിഷയവുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വഹത്താ ലൗ അന്ന അഹദഹും ലാജഅ ഉമ്മഹു ബിത്തരീഖ് ലഫഅൽതും, അവരിൽ സ്വന്തം മാതാവിനെ പെരുവഴിയിലിട്ട് ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ, വ്യഭിചരിച്ചാൽ, ആ തിന്മയും നിങ്ങൾ അനുഗമിക്കാതിരിക്കുകയില്ല എന്നാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ ഓരോന്നും നബിദിനം റബീഉൽ അവ്വൽ മാസം തുടങ്ങിയപ്പോഴേക്കും ആഘോഷങ്ങളാണ്, ആചാരങ്ങളാണ്. എവിടെയാണ് അതിന്റെ പ്രമാണം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ മുടന്തൻ ന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നൽകുമെന്നതല്ലാതെ അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ദീൻ പഠിച്ച സച്ചരിതരായ മുൻഗാമികൾ സ്വഹാബത്ത് ചെയ്തു. താബിഈങ്ങളും അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളും അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എത്രയോ വ്യക്തമായി ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും പറയുന്നത് പോലെ ഇങ്ങനെ ഒരു പ്രമാണമുണ്ടെങ്കിൽ പറയണമായിരുന്നു. പക്ഷേ ഇല്ല. അതാണ് ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും, മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായ വഴിപിഴവ് മതപരമായ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്കും സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേവലം ഒരു വാക്കായിട്ടല്ല. ലതർകബുന്ന, അറബി ഭാഷ അറിയുന്നവർക്കറിയാം, എംഫസൈസ്, ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന രണ്ട് അവ്യയങ്ങൾ അതിലുണ്ട്. ഉറപ്പായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അതിന്റെ ഓരോ ഘടകങ്ങളുമാണ്, ഓരോ രീതിയുമാണ് തുടർന്നുള്ള വാചകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർ എന്തെങ്കിലുമൊക്കെ സാഹസപ്പെട്ട് പ്രയാസം നിറഞ്ഞ
ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കൊടുത്ത് ഇടങ്ങേറുള്ള സംഗതിയല്ല, ഞങ്ങൾ അതിലേക്കില്ല എന്നല്ല, നിങ്ങളും ആ സാഹസപ്പെട്ട് പ്രയാസം നിറഞ്ഞ് ആ വഴിയിലൂടെ പോകുമെന്ന്. എന്നിട്ട് അവസാനം പറഞ്ഞത്, സ്വന്തം ഉമ്മയെ അവർ പരസ്യമായി വിഭജിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ വഴിക്ക് പോകുമെന്ന്. എത്ര കണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമാണ്. നിരന്തരം നമ്മൾ റബ്ബിനോട് രക്ഷ ചോദിക്കേണ്ട സംഗതിയാണ്. ഫിത്നകൾ അധികരിക്കുന്ന കാലം നമ്മൾ വിചാരിക്കും നമ്മളിലൊന്നും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന്. പല രൂപത്തിലും ആ ഫിത്നകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സലഫു സാലിഹ്യങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ ചെറുതും വലുതുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ജന്നിബ് അന്നൽ ഫിതൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, എല്ലാ തരത്തിലുള്ള ഫിത്നകളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ദൂരപ്പെടുത്തണേ എന്നൊരു വിശ്വാസിക്ക് മനസ്സിൽ തട്ടി ദുആ ചെയ്യുവാൻ സാധിക്കണം. കാരണം ഈ ഹദീസുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസി ഭയപ്പെടേണ്ടതുണ്ട്. തന്റെ ദീൻ കൈമോശം വന്നു പോകുന്ന സാഹചര്യം, തനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ധാരാളം കടമ്പകൾ താണ്ടിക്കടക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ കരുത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പടച്ചറബിനോട് നിരന്തരമായി ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ദീൻ ഒരു സീരിയസ് ഇഷ്യൂ ആയി കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മതപരമായ എന്തെങ്കിലും ശരികേടുകൾ കാണുമ്പോൾ അതിനെതിരെ ശക്തമായി ഉണർത്തുകയും അതേപോലെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ആളുകളെ സോഷ്യൽ മീഡിയകളിലും കാണാം, അല്ലാതെയും കാണുവാൻ സാധിക്കും. അഥവാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വരുമ്പോൾ വരുന്നുണ്ട് ചില ആളുകൾ തൗഹീദും ദീനും ഒക്കെ പറഞ്ഞുകൊണ്ട്. ഏത് വിഷയത്തിൽ? തൗഹീദിന്റെ കടക്ക് കത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിന് പരിക്കേൽപ്പിക്കുന്ന ഏതെങ്കിലും നിയമങ്ങളോ ചർച്ചകളോ നാട്ടിൽ നടക്കുമ്പോൾ ഇസ്ലാമികമായ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിച്ച് കൊച്ചാക്കി അവരെ മോശമാക്കി സംസാരിക്കുന്ന, വിമർശിക്കുന്ന ആളുകൾ. അതാണ് വന്ദേമാതരം എന്തുകൊണ്ട് ഇവിടെ പാടിയാൽ മുസ്ലിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അത്തരം ആളുകൾ ചോദിച്ചു. മദ്രസകളിൽ തന്നെ വന്ദേമാതരം പാടിയാൽ സ്വർഗം ഇടിഞ്ഞു പോകോ, ആകാശം ഇടിഞ്ഞു പോകോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. അവിടെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി ആ വരികളിലുള്ള പലതും നമ്മുടെ വിശ്വാസത്തിന്, ഇസ്ലാമികമായ ആദർശത്തിന് കടകവിരുദ്ധമാണ്, എതിരായ സംഗതികളാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവതകളെ വന്ദിക്കുന്നതും പ്രകീർത്തിക്കുന്നതുമായ വരികൾ അതിലുണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ആ രീതിയിൽ അവരുടെ ദേവതകളെ പോലെ സങ്കല്പിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു വരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും 17 തവണ നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട് പറയുന്നതാണ്. നിസ്കരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ, ഇസ്ലാമിൽ വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് നിത്യേന ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ആളുകൾ 17 തവണ റബ്ബിന്റെ മുന്നിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്യുന്ന സംഗതിയാണ്. അതിന് വിരുദ്ധമായ ഒരു ആശയം എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് നോർമലൈസ് ചെയ്യാൻ, കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ നാം ആലോചിക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പറ്റുകയില്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന അർഹമുർ റാഹിമീനായ പടച്ചറബിനെ മാത്രമേ നാം ആരാധിക്കുകയുള്ളൂ, നമിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയായ സംഗതിയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, പരിശുദ്ധ ഖുർആനിന്റെ ശൈലി, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വണങ്ങണം, ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച. എത്രയോ സുന്ദരമായ ആശയമാണത്. വർഗീയതയില്ലാത്ത, ഐക്യപ്പെടുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഏകദൈവ വിശ്വാസം ഇസ്ലാം അതിശക്തമായി മനുഷ്യ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ആ പടച്ച റബ്ബിന്റെ ഖസായിസുകളിൽ അഥവാ അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളിൽ ഒരാളെയും പങ്കുചേർക്കുവാൻ പാടില്ല എന്നത് കട്ടൻട്രിയായി, കർക്കശമായി ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ്. അതേപോലെ അള്ളാഹുവിന്റെ ഹുക്കൂക്കുകൾ, അവന്റെ അവകാശങ്ങൾ, അതിൽ ആരെയും പങ്കുചേർക്കുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൽ നീക്കുപോക്കില്ലാത്ത ആശയമാണ്.
സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണെങ്കിൽ പോലും ആ പ്രവാചകനെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തി ദൈവതുല്യമായ പടച്ചറബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. മതപ്രമാണങ്ങൾ അനുകൂലിക്കുന്നില്ല. അവിടെയാണ് ഈ സന്ദർഭങ്ങളിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന കൂത്തുമായി അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങളുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൈസ്തവർ അമിതമായി പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ്. അത് മാറ്റി ആ സ്ഥാനത്ത് നിങ്ങൾ എന്നെ വെക്കണമെന്നല്ല പറഞ്ഞത്. അഥവാ പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ട ഒന്നും സാക്ഷാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൊടുക്കുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ആളുകൾ ആചരിക്കുന്ന വിശ്വസിക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമരസപ്പെട്ടു പോകാൻ, പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം പോലെയുള്ള വരികൾ, അതേപോലെയുള്ള ഗീതങ്ങൾ പാടുവാൻ നമുക്ക് പാടില്ല എന്ന് പറയാനുള്ള കാരണം. സ്വാഭാവികമായും അതിൻ്റെതായ ആളുകൾ പാടിക്കോട്ടെ. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് അവർ പലതും ചെയ്യുന്നുണ്ട്. അതിനെ ആരും നമ്മൾ എതിർക്കുകയോ അഥവാ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമമുണ്ടാക്കുവാൻ പോവുകയോ ഇല്ല. അത് നമ്മുടെ നാടിന്റെ ഒരു സവിശേഷത കൂടിയാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും മാത്രമല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അത് ദഅവത്ത് നടത്താൻ, പ്രബോധനം നടത്തുവാൻ കൂടി നമ്മുടെ നാടും നമ്മുടെ ഭരണഘടനയും അവകാശം നൽകുന്നു എന്നത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. എങ്കിൽ അതിന് നേരെയുള്ള കയ്യേറ്റമാണ് ഇത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇസ്ലാം തൗഹീദ് പഠിപ്പിക്കുമ്പോൾ, ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ആരോടെങ്കിലുമുള്ള വാശി തീർക്കുവാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് യുക്തിഭദ്രമായി തെളിവുകൾ നിരത്തി ഇസ്ലാം പഠിപ്പിച്ച നീക്കുപോക്കില്ലാത്ത ആദർശമാണത് എന്ന് പഠിക്കേണ്ടിടത്തുനിന്ന് പഠിച്ചിട്ടില്ല നമ്മൾ പല ആളുകളും. അതുകൊണ്ടാണ് ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. ഇസ്ലാമിൽ എത്രമാത്രം ആ വിഷയത്തിന് ഗൗരവമുണ്ട് എന്നറിയണമെങ്കിൽ ഖുർആൻ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു കേവല ധാരണയുണ്ടെങ്കിൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹു അയച്ച എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ കാലദേശങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ അഭിമുഖീകരിച്ച ജനതകൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത വിഷയങ്ങളിൽ ഏർപ്പെട്ട ആളുകളായിട്ടും നീക്കുപോക്കില്ലാത്ത, മാറ്റമില്ലാതെ എല്ലാ പ്രവാചകന്മാരും വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം പഠിപ്പിക്കാത്ത ഒരൊറ്റ പ്രവാചകനും അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ് അയച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അത്രമാത്രം ഗൗരവമുണ്ട്. യുക്തിഭദ്രമായി തെളിവുകൾ നിരത്തി ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രപഞ്ചത്തിന്റെ താളപ്പൊരുത്തം, മനുഷ്യന്റെ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തെ കൃത്യമായി മനുഷ്യ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആയത്തുകൾ ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്. പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഏകദൈവമല്ലാത്ത, ഏകനായ പടച്ചറബല്ലാത്ത, അള്ളയല്ലാത്ത മറ്റു വല്ലവരും ആരാധനക്കർഹരായി ഉണ്ടായിരുന്നുവെങ്കിൽ, ദൈവങ്ങളായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശവും ഭൂമിയും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒന്നും ഈ കാണുന്ന രീതിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കൂ. ലഫസദതാ, അവയെല്ലാം നശിച്ചു പോകുമായിരുന്നു. ആകാശവും ഭൂമിയും തകർന്നു പോകുമായിരുന്നു. കാരണം ഒരു ദൈവം ഇങ്ങനെ പോകണമെന്ന് കൽപ്പിക്കുമ്പോൾ, കരുതുമ്പോൾ മറ്റൊരാൾ വേറെ തിരിച്ചായിരിക്കും. രണ്ടുപേരും ഈക്വൽ പവറുള്ള, ശക്തിയുള്ള, തുല്യശക്തിയുള്ള ദൈവങ്ങളാണെങ്കിൽ സ്വാഭാവികമായും ഏറ്റുമുട്ടലുകളും കശപിശകളും ഉണ്ടാകും. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അതുകൊണ്ട് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ അത്യുന്നതനാണ്, പരിശുദ്ധനാണ് സിംഹാസനത്തിന്റെ ഉടമയായ എന്റെ റബ്ബ് അല്ലാഹ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. മത്തഖദല്ലാഹു മിൻ വലദിൻ, അല്ലാഹു ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹിൻ, അവന്റെ കൂടെ വേറൊരു ദൈവവുമില്ല. ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്. അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും അവർ പടച്ചതുമായി അവർ പോകുമായിരുന്നു. വല അലാ ബഅ്ളുഹും അലാ ബഅദ്, ചിലരെ അതിജയിച്ചു നിൽക്കാൻ വേണ്ടി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. പല മതങ്ങളിലും പല പുരാണങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ ദൈവവുമായി ഏറ്റുമുട്ടുന്ന, ദ്വന്ദ്വയുദ്ധം നടത്തുന്ന ഒരു
തലതിരിഞ്ഞ മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തെറ്റായ ആശയം ഖുർആനിൽ എവിടെയും കാണുവാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞത് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ ജൽപ്പിക്കുന്നതിൽ നിന്നെല്ലാം, അവർ കറ്റുകെട്ടി പറയുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന്. ഇങ്ങനെ യുക്തിഭദ്രമായി ഈ പ്രപഞ്ചത്തിന്റെ താളപ്പൊരുത്തത്തെ സംബന്ധിച്ച് ആലോചിക്കുന്ന മനുഷ്യന് സിമ്പിളായി ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഏകദൈവ വിശ്വാസം. അതിനു പുറമെ ഖുർആൻ അടിക്കടി നിരത്തിയ മറ്റൊരു തെളിവ്, അള്ളാഹുവിന് പുറമെ ആരെയെല്ലാം മനുഷ്യന്മാർ ആരാധിക്കുന്നുണ്ടോ അവയെല്ലാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ധാരാളം കുറവുകളും ദൗർബല്യങ്ങളും ന്യൂനതകളും കാണുവാൻ സാധിക്കും. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. ഈ മനുഷ്യന്മാർ പടച്ചറബിനെ മാറ്റിവെച്ച് പൂജിക്കുന്ന ആരാധിക്കുന്ന എന്തെല്ലാം ശക്തികളുണ്ടോ, വ്യക്തികളുണ്ടോ, സൃഷ്ടികളുണ്ടോ അവയൊന്നും ലാ യഖ്ലുഖൂന ശൈഅൻ, യാതൊന്നിനെയും പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. പടച്ച റബ്ബിനെ മാത്രമേ, സൃഷ്ടാവിന് മാത്രമേ ആരാധ്യനാകാൻ, ദൈവമാകാൻ അർഹതയുള്ളൂ. വഹും യുഖ്ലഖൂൻ, ഇവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തത്തിന് വേണ്ടി അധീനപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ജീവിതമോ മരണമോ അവരുടെ കൈകളിലല്ല. അവരൊക്കെ മരിച്ചു പോകുന്നവരാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവരുടെ അറിവിലോ നിയന്ത്രണത്തിലോ അല്ല. എത്രയോ കൃത്യമായി ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, മനുഷ്യന്മാർ ആരാധിക്കുന്ന ഏതെല്ലാം ദേവന്മാരോ ദേവികളോ ഇനി തങ്ങളോ ബീവിയോ ആരുമാകട്ടെ അവരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് അവരാരും ഒരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല എന്നാണ്. മനുഷ്യരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ, അള്ള പറയുന്ന ഒരു ഉപമ, ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം തുടങ്ങുന്നത്. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നാലും ഒരു ഈച്ചയെ പോലും പടക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇനി ഈച്ച വന്നിരുന്ന് അവരുടെ അടുക്കൽ സമർപ്പിക്കപ്പെട്ട അവരുടെ നിവേദ്യങ്ങളിൽ, നേർച്ച വസ്തുക്കളിൽ വന്നിരുന്ന എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ അത് തിരിച്ചു പിടിക്കുവാൻ പോലും കഴിവില്ലാത്തവരാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരോടാണോ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത്? അവയെയാണോ നിങ്ങൾ രക്ഷകരായി, നിങ്ങളുടെ മാർഗദർശികളായി, നിങ്ങൾക്ക് വഴികാട്ടുന്നവരായി നിങ്ങൾ സ്വീകരിക്കുന്നത്? തേടുന്നവരുടെയും തേടപ്പെടുന്നവരുടെയും അവസ്ഥ ദുർബലമാണ്, കഷ്ടമാണ് എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. അതേപോലെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി ബഹുദൈവത്വത്തെയല്ല അനുകൂലിക്കുന്നത്, ഏകദൈവത്വത്തെയാണ്, തൗഹീദിനെയാണ്, ഷിർക്കിനെയല്ല മനുഷ്യന്റെ ഫിത്രത്ത് അനുകൂലിക്കുന്നത്. ആപൽ ഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് നിന്ന് പടവെട്ടിയ ആളുകളായിരുന്നു മക്കയിലെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടക്കമുള്ള മക്ക മുശ്രിക്കുകൾ. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ് സൂറത്തുൽ അൻകബൂത്ത് 29-ാം അധ്യായത്തിലെ 65-ാമത്തെ ആയത്തിലും സൂറത്ത് ലുഖ്മാൻ 31-ാം അധ്യായത്തിലും 32-ാമത്തെ വചനത്തിലുമൊക്കെ ഫൈദാ റകിബൂ ഫിൽ ഫുൽക്, അവർ കപ്പലിലൂടെ കടലിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ കപ്പൽ ഏതെങ്കിലും കാറ്റിലും കോളിലും പെട്ട് ദുരന്തം അവർ കൺമുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പടച്ച റബ്ബിന് മാത്രം കീഴ്വണങ്ങി നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, പടച്ചവൻ രക്ഷപ്പെടുത്തി അവർ കരയിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇദാഹും യുശ്രികൂൻ, പഴയ പോലെ തന്നെ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, സൂറത്തുൽ ലുഖ്മാനിൽ അങ്ങനെ പറഞ്ഞു. തിരമാലകൾ ആർത്തലച്ച് അതൊരു പർവ്വതം പോലെ അവരുടെ മുന്നിലേക്ക് ആഞ്ഞലക്കുമ്പോൾ അവർ അതുവരെയും വിളിച്ചു തേടിയ എല്ലാ ദേവന്മാരെയും ദേവികളെയും വിട്ട് അള്ളാഹുവേ എന്ന് മാത്രം നിഷ്കളങ്കമായി വിളിക്കുമായിരുന്നു. അതാണ് ഇക്രിമ എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സൃഷ്ടിച്ചത്. അഥവാ അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുവാനുള്ള കാരണം അതാ. കരയിൽ നമുക്ക് ഈ കടലിൽ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എങ്കിൽ കരയിലും അവൻ തന്നെ പോരെ.
എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന കലിമ ചൊല്ലിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ തീർത്തു പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട അതിശക്തമായൊരു സംഗതിയാണ്, ഷിർക്കിന്, ബഹുദൈവത്വത്തിന് യാതൊരു തെളിവുമില്ല. അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ, ഒന്ന് കനം കുറക്കാൻ, അതിനോടൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ നമ്മളുമായി സഹകരിച്ചു പോകേണ്ട സംഗതിയാണ്, കാലഘട്ടം അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ വെള്ളം ചേർക്കുവാൻ സാധിക്കുകയില്ല. വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും മറ്റാരെയെങ്കിലും വിളിച്ചു തേടുന്നുവെങ്കിൽ, ഏകനായ അള്ളാഹുവിനെ വിട്ട് മറ്റാരെയെങ്കിലും ആരാധിക്കുവാനും പൂജിക്കുവാനും ആരെങ്കിലും തയ്യാറായാൽ മനസ്സിലാക്കുക, ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു പ്രമാണവും രേഖയും തെളിവുമില്ല. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവത്വത്തിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന ഒരു ഗീതം ഏകദൈവ വിശ്വാസിയായ ആളുകളെ അത് നിർബന്ധിപ്പിച്ച് പാടിക്കാൻ, ചൊല്ലിക്കാൻ ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ ഉത്തരവുകളിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായ സംഗതിയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തത്. മതമുള്ളവർക്ക് മതം ആചരിക്കുവാനും മതമില്ല എന്ന് പറയുന്നവർക്ക് മതമില്ലാതെ നടക്കുവാനും, ഏകദൈവ വിശ്വാസമാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നവർ അതുകൊണ്ട് നടക്കുവാനും, ബഹുദൈവത്വത്തെ വിശുദ്ധീകരിക്കുന്നവർ, വിശുദ്ധമായി കാണുന്നവർ ആ രീതിയിൽ ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ ഈ പറഞ്ഞ എല്ലാറ്റിനെയും തച്ചുടക്കുന്ന ഒരു രീതി, അതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1079 വർഷം പിന്നിടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുവാൻ സാധിക്കുമോ? പരിപൂർണമായ അർത്ഥത്തിൽ പാടാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ പാടാതിരിക്കുവാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യവും വകവെക്കുമ്പോൾ മാത്രമേ ഇന്ത്യ പൂർണ്ണാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിലനിർത്തുന്ന, സ്വതന്ത്ര ഇന്ത്യയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയായി നഷ്ടപ്പെടാത്ത നമ്മുടെ ഇന്ത്യ ഇന്നുമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടമുള്ള മതവും വിശ്വാസവും ആദർശവും ഒക്കെ സ്വീകരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ അവകാശം നൽകുന്ന ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുവാൻ പാടില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. രാജ്യത്തെ സ്നേഹിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്നതും രാജ്യത്തെ ദേവതയായി സങ്കല്പിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇന്ത്യൻ മുസൽമാന്റെ രാജ്യസ്നേഹം പരിശോധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളോട് പറയുവാനുള്ളത്, നിങ്ങളൊന്ന് പോയി മനസമാധാനത്തോടുകൂടി ഇന്ത്യയുടെ ചരിത്രം പഠിക്കണമെന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച്, അതിന്റെ സേനാനികളെ സംബന്ധിച്ച് സ്വാഭാവികമായും അറിയുമ്പോൾ, പഠിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധാരാളക്കണക്കിന് മുസൽമാന്മാരെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചവരിൽ ഒട്ടും എണ്ണം കുറയാത്ത രീതിയിൽ അനവധി മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി നമ്മൾ മുസൽമാനാണ്, അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും ഇസ്ലാമിന്റെയും വിശ്വാസവും ആദർശവും അവകാശങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, ദുനിയാവ് പോയാലും ആഖിറം നഷ്ടപ്പെടരുത് എന്ന തിരിച്ചറിവോടുകൂടി, ആർജവത്വത്തോടുകൂടി ഹിന്ദുത്വയും അതേപോലെ തന്നെ സംഘപരിവാർ ശക്തികളുമൊക്കെ നടത്തുന്ന അവരുടെ രാഷ്ട്രീയമായ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ശക്തമായി അതിനെതിരെ പ്രതികരിക്കാൻ കേവലം ഒരു മുസ്ലിം ഇഷ്യൂ ആക്കി മാത്രം പരിമിതപ്പെടുത്താതെ, നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെ നിർണയിക്കുന്ന പല തീരുമാനങ്ങളും അതേപോലെ തന്നെ പല പൊളിറ്റിക്സുകളും അതിന്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ അള്ളാഹു എല്ലാത്തരം ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലൈംഗിക വൈകൃതങ്ങൾ അധികരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ അതിനോടനുബന്ധമായി വരുന്ന ലൈംഗികജന്യ രോഗങ്ങളും നമ്മുടെ നാട്ടിൽ ചർച്ചയാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ കൂടുതൽ പ്രകാശത്തോടുകൂടി ഊർജത്തോടും അതേപോലെ തന്നെ പ്രോജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഖുർആൻ പറഞ്ഞത് കേവലം വ്യഭിചരിക്കരുത് നല്ല പരിപാടിയല്ല എന്നങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. വ്യഭിചാരത്തെക്കുള്ള നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്, വളരെ ദൂരെയാണ് നിങ്ങൾ അതിൽ നിന്ന് നിൽക്കേണ്ടത്, കാരണം അത് വൃത്തികേടാണ്, വളരെ മോശപ്പെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അത് വൻപാപങ്ങളിൽ എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബായിറുകൾ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് വലിയ പാപമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വ്യഭിചാരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആകണം ഇസ്ലാം വളരെ വലിയ ശിക്ഷയാണ് വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വെച്ച് തന്നെ വിധിച്ചിട്ടുള്ളത്. അഥവാ കുടുംബമായി ജീവിക്കുവാൻ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു സാഹചര്യം ഉണ്ടായിട്ടും വേലി ചാടിപ്പോകുന്ന ആളുകളാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശക്തമായ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതും സ്വഹാബത്ത് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതുമൊക്കെ നമുക്ക് ഹദീസുകളിലൂടെ ചരിത്രങ്ങളിലൂടെ വായിക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അത് മാത്രമല്ല, അതിലേക്കുള്ള എല്ലാ വഴികളെയും പരിശുദ്ധ ഇസ്ലാം ശക്തമായി ബന്ധിച്ചു, അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുത്തിബ അല ഇബ്നി ആദം ഹല്ലഹു മിനസ്സിന മുദ്രികുൻ ലാ മഹാല. മനുഷ്യന്മാർക്ക് സിനയുടെ, വ്യഭിചാരത്തിന്റെ പല വിഹിതങ്ങളുമുണ്ട്, അത് പലർക്കും അതിൻ്റെതായ തോതനുസരിച്ച് കിട്ടും, സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽ ഐനാനി സിനാഹുമൻ നളർ. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. പല അശ്ലീലങ്ങൾ നോക്കി കണ്ട് ആസ്വദിച്ച്, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്റർനെറ്റിൽ ആരും അറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കഥകടച്ച് കാണുകയാണെങ്കിലും പടച്ചറബിന്റെ കണ്ണ് വെട്ടിക്കുവാൻ സാധിക്കുകയില്ല എന്നറിയുമ്പോൾ അവിടെ വ്യഭിചാരം നടക്കുകയാണെന്നൊരു വിശ്വാസി തിരിച്ചറിയണം. കണ്ണിന്റെ വ്യഭിചാരം, ഇത്തരം വൃത്തികേടുകൾ, ആ അശ്ലീലതകൾ നോക്കുന്നതാണ്. വൽ ഉദ്നാനി സിനാഹുമൽ ഇസ്തിമാ. അതേപോലെയുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ, അതല്ലെങ്കിൽ അന്യസ്ത്രീയുടെ കൊഞ്ചിക്കൊടയിലും അതേപോലെയുള്ള സംസാരങ്ങളും കേട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്നത് കാതിന്റെ വ്യഭിചാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൽ ലിസാനു സിനാഹുൽ കലാം. അത്തരം വർത്തമാനങ്ങൾ പറയൽ നാവ് കൊണ്ട് നടത്തുന്ന വ്യഭിചാരമാണ്. വൽ യദു സിനാഹൽ ബത്ഷ്. അതേപോലെ പലതും തൊടലും പിടിക്കലുമൊക്കെ കൈകൊണ്ട് നടക്കുന്ന വ്യഭിചാരമാണ്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ വിഹിതമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാകുന്ന സാഹചര്യം ഇല്ലാതെയാക്കാൻ പ്രത്യേകം നിർദ്ദേശിച്ചു. അന്യ സ്ത്രീയാണ്, അന്യ പുരുഷനാണ്, അവർ നല്ല കാര്യങ്ങൾക്കാണ് ഒത്തുകൂടിയതെങ്കിൽ പോലും അവർ മാത്രമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ നമ്മുടെ മക്കളെ കൂടി പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ മഹറമില്ലാതെ, അഥവാ വാപ്പയോ വിവാഹബന്ധം നിഷിദ്ധമായ ഏറ്റവും അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ കൂടെയില്ലാതെ ഒരു പെണ്ണ് എത്ര വലിയ തന്റേടിയാണെങ്കിലും എത്ര വലിയ വിദ്യാസമ്പന്നയാണ് എങ്കിലും ഇസ്ലാമികമായി അവൾക്ക് ദീർഘയാത്ര പോകാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതുപോലെ പല അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ തിന്മയുടെ എല്ലാ വഴികളും കൊട്ടിയടക്കുകയാണ്. അവരെ തൊടുന്നതും അവരുമായി സംസാരിക്കുന്നതും അതിൻ്റെതായ അർഹതപ്പെട്ട ആളുകൾക്കും അകലം പാലിച്ചുകൊണ്ടുമല്ലാതെ പാടില്ല എന്നതും ഇസ്ലാമിന്റെ ശക്തമായ നിർദ്ദേശമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് 68-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റ ആയത്തിൽ പറഞ്ഞു എന്നതുകൂടി ശ്രദ്ധേയമായ സംഗതിയാണ്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ നല്ല അടിയാറുകളുടെ, വിശ്വാസികളുടെ, ദാസന്മാരുടെ കുറെ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ 68-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അള്ളാഹുവിനെ വിട്ട് വേറൊരു ദേവനെയും ദേവിയെയും വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവക്ക് മുമ്പിൽ വണങ്ങുകയോ ചെയ്യുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹു നിഷിദ്ധത കൽപ്പിച്ച ഒരു ആത്മാവിനെയും ഒരു ജീവനെയും അവർ ഹനിക്കുകയില്ല, കൊന്നുകളയുകയില്ല, കൊലപാതകം. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. വ്യഭിചാരവും
കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പലയിടങ്ങളിലും ആവർത്തിച്ചു പറയുന്നത് കാണുവാൻ സാധിക്കും. അതിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നത് ഓരോ കേസും പരിശോധിക്കുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്ന സംഗതിയാണ്. വ്യഭിചാരം നടന്നാൽ സ്വാഭാവികമായും ആ വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ജനിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയാൻ ആ പെണ്ണും ആ ആണും തീരുമാനിക്കും. എത്രയോ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആരും അറിയാതെ അവർ പ്രസവിച്ച് ആ ചോരക്കുഞ്ഞിനെ ആ കരച്ചിൽ പോലും പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ കെട്ടി വേസ്റ്റ് കെട്ടുകളാക്കി വലിച്ചെറിയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ പോലും അത് വാർത്തയായി വന്നതാണ്. വിദ്യാസമ്പന്നയായ പെൺകുട്ടികൾ ചെയ്തു വെച്ച വൃത്തികേടിന്റെ ഉദാഹരണങ്ങൾ. അതേപോലെ സ്വന്തം മക്കളോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയോ ഉമ്മയെയോ അത്തരം അവിഹിതമായ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിക്രിയക്ക് അവരുടെ രക്തം തിളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മക്കളാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, ഉപ്പയാണെങ്കിൽ. അപ്പൊ അവിടെ സ്വാഭാവികമായും അടിപിടിയും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കൊലപാതകം, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പ്ലസ് ചേർത്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയോട് ഞാൻ ചോദിച്ചു, പ്രവാചകരെ, മൽ കബായിർ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മേജർ സിൻസുകൾ, വലിയ പാതകങ്ങളായ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത് അൻ തദ്ഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത്, നിനക്ക് വേണ്ട കണ്ണും കാതും കയ്യും കാലും എല്ലാം നൽകിയ പടച്ച റബ്ബ് അള്ളയാണ് എന്നിരിക്കെ അവന് വിട്ട് നീ വേറെ വല്ലവരെയും വിളിച്ചു തേടുന്നുവെങ്കിൽ, അവർക്ക് നേർച്ചകളും ആരാധനകളും സമർപ്പിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ തഖ്തുല വലദക മിൻ അജ്ലി അൻ യഅകുല മഅക്, നീ നിന്റെ മുതുകിൽ നിന്ന് പിറന്ന നിന്റെ സന്താനത്തെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അവർക്ക് കൂടി ചെലവിന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊന്നുകളയൽ, അത് ഭ്രൂണഹത്യാണെങ്കിലും ചിന്തിക്കേണ്ട സംഗതിയാണ്. അള്ളയാണ് അവരെ പടച്ചതെങ്കിൽ തിന്നാനും ജീവിക്കുവാനും ഒക്കെയുള്ള സംവിധാനം അള്ള തന്നെ ഉണ്ടാക്കിക്കൊള്ളും. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടൊരിക്കലും നമ്മുടെ ബീജത്തിൽ നിന്നും ജനിച്ച ഒരു കുഞ്ഞിനെയും കൊല്ലാൻ ഒരാണിനും ഒരു വാപ്പക്കും ഒരു ഉമ്മക്കും അവകാശമില്ല, അനുവാദമില്ല എന്നത് കബായിറുകളിൽപ്പെട്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അത് പ്രായവ്യത്യാസമില്ല, കൊല്ലുന്നത് വലിയ ആളാണെങ്കിൽ വൻപാപം, ചെറിയ കുട്ടിയാണെങ്കിൽ ചെറുപാപം എന്നില്ല എന്നർത്ഥം. മൂന്നാമത് പറഞ്ഞത് പിന്നെ ഏതാ നബി എന്ന് ചോദിച്ചപ്പോൾ, വഅൻ തസ്നിയ ബിഹലീലതി ജാരിക്, നിന്റെ അയൽവാസിയുടെ ഇണയെ, അവന്റെ ഭാര്യയുമായി നീ രഹസ്യമായി ബന്ധപ്പെടുന്നുവെങ്കിൽ, അവളുമായി നീ ശാരീരികമായ ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അതാണ് വൻപാപങ്ങളിൽപ്പെട്ട മറ്റൊന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും ഇത് ചെയ്യുന്നുവെങ്കിൽ യൽഖ അസാമ, അതിന്റെ പാപം, അതിന്റെ കുറ്റം അവൻ കണ്ടുമുട്ടേണ്ടി വരും, അവൻ പേറേണ്ടി വരും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഷർറുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെയും സമുദായത്തെയും സമൂഹത്തെയും അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനും സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിനെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജുമാ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാകാറുള്ള നജ്മുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത ഈ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് പെട്ട് അദ്ദേഹം ഇപ്പോൾ റെസ്റ്റിലാണ്. അദ്ദേഹത്തിന്റെ മുട്ടിന് ചെറിയ ഒരു പൊട്ടലുണ്ട് എന്നറിയുവാൻ സാധിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു പടച്ചറബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ആഫിയത്തും ആരോഗ്യവും ഈമാനികമായ കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد
വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.